സാഹിത്യലോകം പ്ലാറ്റിനത്തിലേക്കും ഡയമണ്ടിലേക്കും തിരിഞ്ഞപ്പോഴും നമ്മുടെ ആഭരണ സങ്കല്പങ്ങളിൽ നിന്ന് സ്വർണത്തിന്റെ മഞ്ഞ നിറം ഒരിക്കലും പൂർണ്ണമായും ഒഴിവാക്കാനായിട്ടില്ല. നമ്മുടെ ആഘോഷങ്ങൾ സ്വർണത്തിന്റെ പകിട്ടിൽ തുടങ്ങുമ്പോൾ നമ്മുടെ ഐശ്വര്യവും സമൃദ്ധിയും എല്ലാ കാലത്തും സ്വർണത്തിന്റെ തിളക്കമാകുന്നത് എന്തുകൊണ്ടാണ്? വിശ്വാസം 24 ക്യാരറ്റും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നതെല്ലാം തങ്കവും പൊന്നുമാകുന്ന ശരാശരി ഇന്ത്യക്കാരന്, മലയാളിക്ക് മറ്റൊരു അക്ഷയ തൃതീയയായി മാറുന്നു സ്വർണ്ണവിലയിലെ ഇടിവ്. കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ പവന്റെ വില 2500 രൂപയോളം താഴ്ന്നപ്പോൾ ഇന്ത്യ വാങ്ങിക്കൂട്ടിയത് 15 ടൺ സ്വർണമാണ്. വിലയിലെ മാറ്റു കുറയുമ്പോൾ സ്വർണ്ണക്കടകളിൽ തിരക്കോട് തിരക്കുമാണ്. നിക്ഷേപം എന്ന രീതിയിൽ ഇനിയും വിശ്വസിക്കാമോ സ്വർണത്തെ? അതോ ഒരിക്കലും തീരാത്ത ഈ മഞ്ഞലോഹത്തോടുള്ള പ്രണയത്തിനാണോ ഇപ്പോൾ ഇന്ത്യൻ വിപണി സാക്ഷിയാകുന്നത്? ഞങ്ങൾക്കും പറയാനുണ്ട്. ഈ ആഴ്ച ചർച്ച ചെയ്യുന്നു ഗോൾഡ്സ് ഓൺ കൺട്രി. സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ്, ഫിനാൻഷ്യൽ അനലിസ്റ്റ് ജ്യോതിഷ്, SFI സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ചിന്ത ജെറോം, സിനിമ സീരിയൽ താരം മായ മൗഷ്മി, ജേർണലിസം വിദ്യാർത്ഥിനി തേജസ്വിനി നായർ എന്നിവർ, അതോടൊപ്പം പ്രേക്ഷകരും നമുക്കൊപ്പം പങ്കെടുക്കുന്നു. ആദ്യം ശ്രീമതി മേരി ജോർജ്, 2013 സ്വർണ്ണവിലയുടെ ഒരു തിരുത്തൽ വർഷമായി കണക്കാക്കാമോ? തീർച്ചയായിട്ടും ഒരു തിരുത്തൽ വർഷമായി കണക്കാക്കാം. കാരണം 2008 മുതൽ, അതായത് ആഗോള മാന്ദ്യം ആരംഭിച്ച കാലം മുതൽ സ്വർണത്തിൻ്റെ വില, ഡോളറിൻ്റെ വില കുറയാൻ തുടങ്ങിയതോടെ സ്വർണത്തിൻ്റെ വില ഉയരാൻ തുടങ്ങി. അങ്ങനെ സ്വർണത്തിൻ്റെ വില 2011 ആയപ്പോഴേക്കും മാക്സിമത്തിലെത്തി, റെക്കോർഡിട്ടു എന്ന് തന്നെ വേണം പറയാനായിട്ട്. പിന്നെ അതിനുശേഷം വലിയ ഉയർച്ച താഴ്ചകളില്ലാതെ ചെറിയ ചാഞ്ചാട്ടത്തോടുകൂടി സ്വർണം തുടരുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് പെട്ടെന്ന് തന്നെ, അതായത് വലിയ സ്പെക്കുലേറ്റേഴ്സ്, സ്വർണത്തിലെ വലിയ സ്പെക്കുലേറ്റേഴ്സിൽ പലരും കയ്യിലുണ്ടായിരുന്ന സ്വർണം വിറ്റഴിക്കാൻ തുടങ്ങി. സ്പെക്കുലേറ്റേഴ്സ് ഒന്നിച്ച് സ്വർണം കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ നാച്ചുറലി ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിലുണ്ടാകും. ഗോൾഡ് മാർക്കറ്റിലാണെങ്കിലും ആ സെല്ലിംഗ് പ്രഷർ, അതാണ് നമ്മൾ കണ്ടത്. ഇനിയും സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് ദീർഘകാലത്തേക്കാണെങ്കിൽ ലാഭകരം തന്നെയായിരിക്കും. കാരണം വില വളരെയധികം താഴെ പോകാതെയും പോയ വിലകളിൽ നിന്ന് തിരിച്ച് കുതിച്ചു കയറാനും കഴിവുള്ള ഒരു അസറ്റാണ്. തീർച്ചയായും 30 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വിലയിടിവ് സ്വർണത്തെ സംബന്ധിച്ചു. 2011 ശേഷം ഏറ്റവും കുറഞ്ഞ വിലയിലേക്ക് സ്വർണം വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു വല്ലാത്തൊരു പരിഭ്രാന്തി ജനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണോ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം? നിക്ഷേപകരെ സംബന്ധിച്ച്, അതായത് ഇപ്പോൾ ഈ സ്വർണം പണയത്തിനെടുത്ത് വായ്പ കൊടുക്കുന്നവരെ സംബന്ധിച്ച് പരിഭ്രാന്തിയുടെ ദിവസങ്ങളാണ്. കാരണം ഈ ദിവസങ്ങളിലൊക്കെ അവരെടുത്തിരിക്കുന്ന, അതായത് സ്വർണത്തിൻ്റെ വില മാർക്കറ്റ് വിലയോളം തന്നെ വായ്പ കൊടുത്തിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. അത്തരം സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഭയാശങ്കകൾക്ക് സാധ്യതയുള്ളതാണ് ഈ സാഹചര്യം. അല്ലാത്തവർക്ക് ഇപ്പോഴും സ്വർണത്തിൻ്റെ വില കുറഞ്ഞതുകൊണ്ടും ശങ്കകൾക്ക് യാതൊരു സ്ഥാനവുമില്ല. ശ്രീ ജ്യോതിഷ്, ഇതൊരു ആഗോള വിപണിയിൽ ചില അഭ്യൂഹങ്ങൾ കാരണം സ്വർണ്ണവില ഉയർന്നു എന്ന് കണക്ക് കൂട്ടാൻ ഇപ്പോൾ കഴിയുമോ? കാരണം ഫെബ്രുവരിയിൽ ഒരു 20 ടണ്ണോളം തെക്കൻ കൊറിയൻ സെൻട്രൽ ബാങ്ക് സ്വർണം വാങ്ങിച്ചു. പക്ഷെ അന്നൊന്നും വിലയിൽ വലിയ വ്യത്യാസം സംഭവിച്ചില്ല. സൈപ്രസ് 10 ടൺ വിൽക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അമേരിക്കയുടെ സാമ്പത്തിക ഭദ്രതയിലേക്ക് അമേരിക്ക വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്പെക്കുലേഷൻസ്, ഒരു ഹൈപ്പ് അല്ല, ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് എപ്പോഴും മാർക്കറ്റ് പോകുന്നത് റൂമേഴ്സിൻ്റെ പുറകിലാണ്. അതായത് ഇപ്പോൾ ഈ US ഗവൺമെൻറ് ഡോളറിൻ്റെ ശക്തി പ്രാപിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഗോൾഡിൻ്റെ റേറ്റ് കുറയുന്നു എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിനകത്തൊരു ഭാഗമുണ്ട്. കാരണം 2008 US ഗവൺമെൻറ് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് എന്ന് പറയുന്ന രീതിയിൽ ഫണ്ട് മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്തതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഡോളറിൻ്റെ മൂല്യം കുറയുകയും സ്വർണത്തിൻ്റെ വില കൂടുകയും ചെയ്തത്. ഇപ്പം നേരെ തിരിച്ച് ഇപ്പം ഡോളറിൻ്റെ റേറ്റ് ശക്തി പ്രാപിക്കും തോറും ഗോൾഡിൻ്റെ പ്രൈസ് തീർച്ചയായിട്ടും പുറകോട്ട് വരുന്നത് ഈ ഒരു ആഗോള പ്രതിഭാസം തന്നെയാണ്. ഇതിനകത്ത് സൈപ്രസ് ഒന്നാമത്തെ കാര്യം, സൈപ്രസിൻ്റെ കയ്യിൽ വലിയ രീതിയിലുള്ള ഒരു ഗോൾഡ് റിസർവ് ഇല്ല. വലിയ രീതിയിൽ നമുക്കത് ഡാറ്റാസ് നോക്കിക്കഴിഞ്ഞാൽ കാണാം, വെറും 13 ടൺസ് ഉള്ളൂ. അത് വിറ്റഴിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് ഈ ഗോൾഡിൻ്റെ റേറ്റ് മൊത്തത്തിൽ മാറണം എന്നൊന്നുമില്ല. പിന്നെ ഇതൊരു തീർച്ചയായിട്ടും, കാരണം US ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതുകൊണ്ട് മാത്രം തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഇത് കാണിക്കുന്നതും ഈ റൂമേഴ്സും എല്ലാം വന്നിരിക്കുന്നത്. അത് കൂടാതെ തന്നെ
നമുക്ക് ഈ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട്. ഈ ബ്രോക്കേഴ്സിൻ്റെ സ്പെക്കുലേഷൻ അല്ലെങ്കിൽ റൂമേഴ്സ് വെളിയിലേക്ക് വിടുന്നുണ്ട്. ഇനിയും നമുക്ക് ഗോൾഡ് ഒരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു സംസാരം റൂമേഴ്സ് ഇറങ്ങുന്നതുകൊണ്ട് മാത്രമാണ് ഗോൾഡിൻ്റെ ഈ റേറ്റ്. അതുകൂടാതെ നമുക്ക് ഇപ്പോൾ വരുന്ന കണ്ടിന്യൂസ് ന്യൂസുകൾ ആൾക്കാരെ പാനിക്കാക്കുന്നുണ്ട്. ആ ഒരു പാനിക്കാക്കുന്നത് കൊണ്ട് ആൾക്കാർ കൂടുതൽ, അതായത് വാങ്ങിച്ച ഗോൾഡിന് എന്താണ് ഇനി എന്ന് വെച്ചാൽ ഇപ്പോൾ റീസെൻ്റായിട്ട് മേടിച്ചത് എന്ത് പറ്റും എന്നുള്ളൊരു ഒരു പ്രശ്നമുണ്ട്. പിന്നെ അപ്പം ടീച്ചർ പറഞ്ഞ പോലെ ഇതിനകത്ത് വേറൊരു കാര്യം, ഈ പ്രൈവറ്റ് ഫിനാൻസ് NBFCs ഇതിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. NBFCs ഇത് ശരിക്കും പറഞ്ഞാൽ വലിയ തോതിൽ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സ്റ്റഡി എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ സാധാരണ ഗോൾഡ് കൊടുക്കുന്നത് ഈ NBFCs പ്രൈവറ്റ് ഫിനാൻസ് എല്ലാം കൊടുക്കുന്നത് 1.5 years ടേമിനാണ് കൊടുക്കുന്നത്. ഈ 1.5 years ടേമിൽ കൊടുക്കുന്ന ഒരു ഗോൾഡ്, അത് കൂടാതെ തന്നെ ഏറ്റവും കൂടുതൽ RBIയെ കുറ്റം പറഞ്ഞ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഗോൾഡിൻ്റെ ടോട്ടൽ വാല്യൂവിൻ്റെ 60% മാത്രമേ ഗോൾഡ് ലോണായിട്ട് കൊടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു വന്നു. പക്ഷേ ദേശസാൽകൃത ബാങ്കിൽ 16,000 നിന്ന് 12,000 ആയി കുറയ്ക്കാൻ ഒരു നിർദ്ദേശം കഴിഞ്ഞ ദിവസത്ത് വന്നിട്ടുണ്ട്. അതിന് ബാങ്കുകൾ കുറച്ച് പാനിക് ആയിട്ടുണ്ടെന്നുള്ളതിന് അല്ല, തീർച്ചയായിട്ടും ഇപ്പോൾ ബാങ്കുകൾ പലതും എടുക്കുന്നില്ല, ഗോൾഡ് ലോൺ അവർ പലതും എടുക്കുന്നില്ല. ഇപ്പോൾ റീസെൻ്റ്ലി 2 ദിവസം മുമ്പ് വിളിച്ചപ്പോൾ പോലും ഗോൾഡ് ലോൺസ് ശരിക്കും പറഞ്ഞാൽ എടുക്കണ്ട എന്നുള്ള ഒരു തീരുമാനവും ഇല്ല. പക്ഷേ അവിടുത്തെ ഇന്റേണൽ അഫയേഴ്സ് അവർ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് തൽക്കാലത്തേക്ക് ഗോൾഡ് എടുക്കേണ്ടതെന്ന്. വിലക്കുറവ് കൊണ്ട് തന്നെയാണോ വന്നത്? അതെ. എങ്ങനെ കിട്ടി? ലാഭം കിട്ടിയോ ശരിക്കും? വാങ്ങിച്ചിട്ടില്ല, വാങ്ങിക്കാൻ വന്നിരുന്നിട്ടുള്ളൂ ഇവിടെ. എങ്ങനെ തോന്നുന്നു ഈ വിലക്കുറവ്? വിലക്കുറവ് ഞങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നത് എല്ലാവർക്കും സ്വർണം വാങ്ങിക്കാനും ഉള്ളൊരു സാഹചര്യം, ഒരു അവസരമാണല്ലേ? തീർച്ചയായും പെൺകുട്ടിയുടെ ഫാമിലിയെ സംബന്ധിച്ച് സ്വർണം എടുക്കാൻ നല്ലൊരു അവസരം തന്നെയാണ്. നല്ലൊരു വിലക്കുറവ് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. വില കുറഞ്ഞത് നല്ലൊരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞങ്ങൾ കല്യാണത്തിൻ്റെ സ്വർണ്ണം എടുക്കാൻ വന്നതാണ്, അതുകൊണ്ട് നല്ലൊരു ഉപകാരമായിട്ട് തന്നെ കരുതുന്നു. സ്വർണ്ണത്തിന് പൊതുവെ വളരെ വില കൂടുതലായിരുന്നു. ഈയിടെ വളരെ കുറഞ്ഞ ഒരാഴ്ചയായിട്ട് 1280 രൂപ കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഉടനെ ആവശ്യമില്ലെങ്കിലും ഞങ്ങൾ കുറച്ച് സ്വർണം സമ്പാദ്യമായിട്ട് മേടിച്ചു വയ്ക്കാൻ തന്നെ ഒരുങ്ങി വന്നതാണ്. അത് വളരെ ഉപകാരമായി ഈ സമയത്ത്. വില കുറഞ്ഞുകൊണ്ട് തന്നെയാണോ ഈ സമയത്ത് വന്നത്? അതെ, അതുകൊണ്ട് തന്നെയാണ് വന്നത്. അല്ല, ഇനിയും കുറയാണെങ്കിൽ ഇന്നത്തെ ക്യാൻസൽ ചെയ്തിട്ട് പോയാലോ എന്ന് വിചാരിക്കും നാളെ വരാൻ വേണ്ടി. സാധാരണക്കാർക്ക് ഇപ്പോൾ കല്യാണ സീസൺ അല്ലേ, അപ്പോൾ ഒത്തിരി നന്നായിരിക്കും. എല്ലാവർക്കും ഇപ്പോൾ ഇതൊരു ചാൻസാണ് സ്വർണം മേടിക്കാൻ പൈസ ഉള്ളപ്പം. അത് തന്നെയുള്ളൂ. എങ്ങനെ തോന്നുന്നു? നന്നായി ഇനിയും കുറയട്ടെ. എങ്ങനെ തോന്നുന്നു ഈ വിലക്കുറവ്? എങ്ങനെ തോന്നുന്നു? വളരെ ലാഭമായിട്ടൊക്കെ തോന്നുന്നുണ്ട്. വിലക്കുറവ് കൊണ്ടാണോ ഈ സ്വർണം വാങ്ങാനായിട്ട്? വിലക്കുറവിന്റെ വാർത്ത അറിഞ്ഞതുകൊണ്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ. എങ്ങനെ ഈ വിലക്കുറവ് കൊണ്ടാണോ ഈ സ്വർണം വാങ്ങാൻ വന്നത്? അതെ, വിലക്കുറവുണ്ട്. നല്ല ലാഭം കിട്ടിയോ? എങ്ങനെയുണ്ട്? നല്ല സെലക്ഷനും കിട്ടി, ലാഭമുണ്ട്. ആഗോള വിപണിയിൽ വല്ലാതെ സ്വർണത്തിന്റെ വില കുറയുമ്പോൾ എല്ലാ നിക്ഷേപകരും സ്വർണം വിറ്റഴിച്ചപ്പോൾ ഇന്ത്യയിൽ കേരളത്തിനുമെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വർണ്ണക്കടകളിലെ വലിയ തിരക്കാണ്. അപ്പോൾ തുടർച്ചയായ ഈ വിലത്തകർച്ച നിക്ഷേപം അവസരമാക്കി അത് മാറ്റാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ മാത്രം വിപണിക്കുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലും ചൈനയിലും മാത്രമുണ്ട്. അതിനെ എങ്ങനെ കാണാൻ കഴിയും? ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള ഗോൾഡ് റഷ് സത്യം പറഞ്ഞാൽ ആഭരണത്തിന് വേണ്ടിയുള്ളതാണ്. അത് ഇവിടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആഭരണത്തിന് വേണ്ടി മാത്രമല്ല, ഭാഗികമായി അത് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി കൂടിയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ കുറേ 2-3 വർഷങ്ങളായിട്ട് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ളവരൊക്കെ ആകെ അങ്കലാപ്പിലായിരുന്നു. അതിഭയങ്കരമായി ഉയർന്നിരിക്കുന്ന വിലയിൽ സ്വർണ്ണം എങ്ങനെ വാങ്ങിക്കും? അപ്പോൾ പണ്ടൊക്കെ 100 പവൻ വാങ്ങിച്ചിരുന്നവർ 50ഉം 25ഉം മതി, കാരണം വില കൊണ്ട് അത്രയധികം രൂക്ഷമായിരുന്നു വില വർധനവ്. അപ്പോൾ അങ്ങനെ ആക്കിയിരുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്നുണ്ടായ ഈ വില കുറവ് അവരെ എല്ലാവരെയും സന്തോഷിപ്പിക്കുകയും അങ്ങനെ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചെറിയ പെൺകുട്ടികളുള്ള വീട്ടുകാർ പോലും സ്വർണം വാങ്ങി വയ്ക്കുക, ഇനിയും ഇതുപോലെ കുതിച്ചു കയറി പോയാലും ഞങ്ങൾക്ക് ഒരു സുരക്ഷയായിട്ടിരിക്കട്ടെ എന്ന് കരുതി ആഗോള വിലയേക്കാൾ ഉയർന്നു നിൽക്കുകയാണ് ഇന്ത്യയിലെ വില. അപ്പം ഈ ജൂൺ മാസത്തോടു കൂടി തന്നെ ആഗോള വിലയുമായിട്ട് ഏകീകൃതമാകും ഇന്ത്യയിലെ വില. കാരണം അപ്പോഴേക്കും സാധാരണ രീതിയിൽ ഇപ്പോൾ ഓടി നടന്ന് സ്വർണം വാങ്ങുന്നവരും ഏകദേശം തൃപ്തരാകും. കാരണം സ്വർണത്തിൻ്റെ വില ഏകദേശം സ്റ്റെബിലൈസ് ചെയ്ത് വരുന്നു, ഭയങ്കരമായ ചാഞ്ചാട്ടം ഇല്ല എന്നൊരവസ്ഥയിലേക്ക് എത്തുമ്പോഴേക്കും ഇപ്പോൾ ഉള്ള ഈ റഷ് ഡിസപ്പിയർ ചെയ്യാൻ. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ അക്ഷയ തൃതീയ മെയ് 13 വരുന്നു, ഈ സമയത്ത് വാങ്ങിക്കുന്നവർക്ക് നഷ്ടം സംഭവിക്കും?
ഈ സമയത്ത് വാങ്ങിക്കുന്നവർക്ക് നഷ്ടമല്ലല്ലോ. ഇവർ ഒരു ആഴ്ച മുമ്പ് വാങ്ങിച്ചിരുന്നതിനേക്കാൾ ലാഭമാണല്ലോ ഇപ്പോൾ വാങ്ങിക്കുന്നവർക്ക്. ഇപ്പോൾ വാങ്ങിക്കുന്നവർക്ക് ഒരു പക്ഷേ 1 ഗ്രാം ഒരു 50 രൂപയും കൂടി കുറച്ച്, അല്ലെങ്കിൽ ഒരു 100 രൂപയും കൂടി കുറച്ച് കിട്ടുമായിരുന്നിരിക്കണം ഒരാഴ്ച കൂടിയോ അല്ലെങ്കിൽ ഒരു മാസം കൂടിയോ കഴിഞ്ഞ് വാങ്ങിച്ചാൽ. ജ്യോതിഷിനോട് ഒരു ചോദ്യം കൂടി. 200 കിലോയാണ് പ്രതിദിനം കേരളത്തിൽ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 3 ദിവസം പ്രതിദിനം 400 കിലോ വരെ ഉയർന്നു. അപ്പം ഉത്സവ സീസൺ, വിവാഹ സീസൺ, അക്ഷയ തൃതീയ, അപ്പോൾ ആ രീതിയിൽ വിൽപ്പന ഇനിയും കൂടുന്നുള്ളൊരു സൂചനയാണോ വിപണി തരുന്നത്? കാരണം ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണേണ്ടത് സ്വർണത്തിൻ്റെ വില കുറയുമ്പോഴാണെങ്കിലും ശരി, കൂടുമ്പോഴാണെങ്കിലും ശരി, മലയാളികൾ എന്നും ജ്വല്ലറിയിൽ തന്നെയാണ്. അതായത് കുറയുമ്പോഴത്തേക്കും ഇപ്പം മേടിച്ചു വയ്ക്കുന്നതാണ് നല്ലതെന്നും കൂടുമ്പോഴത്തേക്കും ഇനിയും കൂടും എന്നുള്ള പ്രതീക്ഷയിലും ആണ് ആൾക്കാർ എപ്പോഴും ഗോൾഡ് മേടിച്ചു വയ്ക്കുന്നത്. തീർച്ചയായിട്ടും ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. കാരണം ഇനിയും ഗോൾഡിൻ്റെ പ്രൈസ് ഇനിയും കൂടാനുള്ള സാധ്യതയേ ഉള്ളൂ. പിന്നെ ഈ ഇപ്പോഴത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യത്യാസമുണ്ട് മലയാളികളിൽ. കാരണം പണ്ടായിരുന്നു കല്യാണത്തിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഈ ഉത്സവ സമയങ്ങളിൽ മാത്രം വാങ്ങിക്കുന്ന ഈ ഗോൾഡ് എന്നുള്ളൊരു ഗോൾഡിൻ്റെ അത്യാവശ്യം ആ സമയങ്ങളിൽ മാത്രം. പക്ഷേ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇതുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, ഗോൾഡ് ഉണ്ട്, അങ്ങനെയുള്ള പല ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്പ് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഗോൾഡ് എന്ത് പോകുന്നു എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും 1 lakh വെച്ച്, നമ്മുടെ കയ്യിൽ 1 lakh ഉണ്ടെങ്കിൽ 1 lakh വെച്ചിട്ട് നമുക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് പോകാൻ പറ്റില്ല. പക്ഷേ അതേ സമയത്ത് നമുക്ക് ഗോൾഡ് മേടിക്കാൻ പറ്റും.